ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല കാര്യങ്ങളും സത്യമാണെന്ന് നടൻ കൃഷ്ണകുമാർ. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് എപ്പോഴുമുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഗ്രൂപ്പിലെ ആളുകൾ മാറും. സർക്കാരിന് നടപടിയെടുക്കാൻ ഇച്ഛാശക്തി ഉണ്ടാകണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഈ സിനിമാ മേഖലയിൽ 35ഓളം വർഷമാവുന്നു. ഞാൻ ഒരിക്കലും ഒരു വലിയ നായകനായിരുന്നില്ല. നമ്മളിങ്ങനെ സ്ട്രഗിളറായിരുന്നു. പിന്നെ ഇടയിൽ നിന്ന് മുകളിലും താഴെ നടക്കുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇവർ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, പവർ ഗ്രൂപ്പ് എന്നൊക്കെ. അതൊക്കെ എപ്പോഴും ഉണ്ടാവും. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവം സത്യമാണ്. അത് എല്ലാ കാലവും ഒരേ ഗ്രൂപ്പ് നിൽക്കണമെന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ടത് ലോബി എന്നായിരുന്നു. ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. ഇതിന് ഒന്ന് നടപടിയെടുക്കണം, ശിക്ഷകൾ കൂട്ടണം. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് മയക്കുമരുന്നിൻ്റെ പലതും വരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് മോശം എന്നല്ല പറഞ്ഞു, റിപ്പോർട്ടിലെല്ലാം ഉണ്ട്. പക്ഷെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് എടുത്തിരിക്കുന്ന ശ്രീമതി ഹേമ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ ചിലയിടത്ത് ഒഴിവാക്കിയിരുന്നു. പക്ഷെ അവർ പറയാത്തത് പോലും ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ആരെയോ സംരക്ഷിക്കാൻ എവിടെയൊന്നും നടക്കുന്നുണ്ട്. ഇതിനൊരു ഇച്ഛാശക്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം. അല്പസമയത്തിനകം AMMയുടെ ഭാരവാഹികൾ പ്രതികരിക്കും. ഈ റിപ്പോർട്ടിന്മേലുള്ള അവരുടെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാകും ഇത്. തിരക്കിട്ട കൂടിയാലോചനകൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ പ്രതികരിക്കണം, അതില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നാണം കിടുന്ന ഒരു അവസ്ഥയിലേക്ക് സംഘടന എത്തിച്ചേരും എന്നുള്ള വിലയിരുത്തൽ പൊതുവായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ കൂടിയാലോചനകൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. 3 മണിക്ക് ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. എന്താകും അവരുടെ ഔദ്യോഗിക പ്രതികരണം എന്നതറിയാൻ കാത്തിരിക്കുകയാണ്. പ്രതീക്ഷയില്ല അവരുടെ നിലപാടിൽ എന്നൊക്കെ പറയുന്നവരുമുണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷേ അവരെന്താണ് പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെയുള്ള ആരോപണം തള്ളിക്കളയുകയാണ്. എന്നാൽ ആരോപണ വിധേയരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഏതായാലും മറ്റു ഭാരവാഹികൾ ഔദ്യോഗിക നിലപാട് എന്ന തരത്തിലേക്ക് എന്ത് പ്രഖ്യാപിക്കും എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. നമ്മൾ ആ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തും. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ.